ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ബബ്ലു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ കുട്ടികൾ +2 എക്സാം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എൻട്രൻസ് എക്സാമിനായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എങ്കിൽ കഴിഞ്ഞ എൻട്രൻസ് എക്സാമിനായി 22 ലക്ഷത്തിലധികം കുട്ടികളാണ് അപ്പിയർ ചെയ്തത്. അതിൽ MBBS അഡ്മിഷൻ ക്വാളിഫൈ ആയതെന്ന് പറഞ്ഞാൽ വളരെ മിനിമൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാത്രമാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്കും പേരൻസിനും ഈ ഒരു കൺസേൺ കാണും, ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നത്. അവിടെയാണ് ഡ്രീമിൻഡ് നിങ്ങളെ സഹായിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനം ഡ്രീമിൻഡ് എന്നുള്ളത് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രത്യേകതകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് വിദേശത്ത് പോയി അവിടെ നിന്ന് MBBS ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നാട്ടിൽ വന്ന് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജുമുണ്ട്. ഞങ്ങളുടെ ഡോക്ടേഴ്സ് അവിടെ നിന്ന് പഠിച്ചു വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ പറ്റിയും അവിടെയുള്ള യൂണിവേഴ്സിറ്റീസിനെ പറ്റിയും തീർത്തും ഒരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി നമ്മുടെ കുട്ടികളെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. വിദേശത്തുള്ള ഏതൊരു യൂണിവേഴ്സിറ്റി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ഞങ്ങൾ നോക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടറാണ് സേഫ്റ്റി. തീർച്ചയായും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജ്യം എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള, നാളെ കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിച്ച് വളരെ സേഫായിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന രാജ്യങ്ങൾ മാത്രമാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടീമിൽ നിന്നുള്ള ഡോക്ടർ ആരെങ്കിലും ഒരാൾ ആ യൂണിവേഴ്സിറ്റി പോയി വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ അക്രിഡിറ്റേഷൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരിയേറെ കോളേജസ് വന്ന് വിദേശത്ത് ബേസിക് അക്രിഡിറ്റേഷൻസ് ഇല്ലാത്ത കോളേജസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകിച്ച് ഞങ്ങൾ അക്രിഡിറ്റേഷൻസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ യൂണിവേഴ്സിറ്റീസ് തിരഞ്ഞെടുക്കാറുള്ളൂ. അക്രിഡിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ വേൾഡ് ഡയറക്ടറി സ്കൂൾ ഓഫ് മെഡിസിൻ WHO ലിസ്റ്റിലുള്ള കോളേജസ് ആയിരിക്കണം. അതുപോലെ NMCയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആയിരിക്കണം. പിന്നെ ECFMG അഥവാ ഫെയ്മർ USMLE നാളെ എഴുതണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബേസിക് അക്രിഡിറ്റേഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ആ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഉള്ള ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ക്ലൈമറ്റും, അതായത് എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യാറില്ല. കാരണം നാളെ അവിടെ പോയതിന് ശേഷം, ഇപ്പോൾ എക്സാമ്പിളായിട്ട് റഷ്യയിൽ ധാരാളം വിദ്യാർത്ഥികൾ എല്ലാ വർഷവും പഠിക്കാൻ പോകുന്നുണ്ട്. എങ്കിൽ അവിടെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. കുട്ടികൾക്ക് വന്ന് അവിടുത്തെ വെതർ തീരെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഹെൽത്ത് കണ്ടീഷൻസ് മോശമാകുകയും ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങളൊക്കെ ബാധിക്കാനും സാധ്യത ഉള്ളതിനാൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ള സ്ഥലങ്ങൾ ഞങ്ങൾ പ്രിഫർ ചെയ്യാറില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസാണ് കൂടുതലും സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്കായിട്ട്. കാരണം മറ്റൊന്നുമല്ല, നാളെ എന്തെങ്കിലും രീതിയിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ തീർച്ചയായും വളരെ സേഫ് ആയിരിക്കും. കാരണം ഗവൺമെൻറ് തന്നെ അവരുടെ ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യും. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസാണ് ഫാർ ബെറ്റർ. പിന്നെ മറ്റു ഫാക്ടേഴ്സിൽ ഒന്നാണ് നമ്മൾ നോക്കുന്നത് അവിടുത്തെ ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും. തീർച്ചയായും അനാട്ടമി ലാബ്, ലൈബ്രറി, ഇങ്ങനെയുള്ള ബേസിക് ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ മേജറായിട്ട് ഞങ്ങൾ നോക്കുന്ന ഒരു കൺസേൺ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ കുട്ടികളെ വിദേശത്തോട്ട് അയക്കുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് നോക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. തീർച്ചയായും നമ്മൾ നമ്മുടെ കുട്ടികൾക്കായി ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു ടീമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ അകത്തുള്ള ഡോക്ടേഴ്സ് ആ കോളേജിൽ പോയി വിസിറ്റ് ചെയ്ത് ആ രാജ്യം കണ്ട്, ആ കോളേജ് കണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമേ ഞങ്ങൾ അങ്ങോട്ട് കുട്ടികളെ അയക്കാറുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ക്ലിനിക്കൽ റൊട്ടേഷൻ. നിങ്ങൾക്കറിയാം, പഠനത്തിനോടൊപ്പം നല്ല പ്രാക്ടിക്കൽ എക്സ്പോഷർ അഥവാ ക്ലിനിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് നാളെ നല്ല ഡോക്ടേഴ്സായി വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള ലാബ് ഫെസിലിറ്റീസും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ടെന്നുള്ളത് കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. നമ്മൾ വിദേശത്ത് MBBS പഠിക്കാൻ പോകുമ്പോൾ ധാരാളം ഓപ്ഷൻസ് ഉള്ള ഒരു കാലമാണിത്. എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അകത്ത് ഉറപ്പുവരുത്തുക. കാരണം നാളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നാട്ടിൽ വരുമ്പോൾ ഇന്ത്യയിലെ റൂൾസ് പ്രകാരം NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാത്ത യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നാളെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അകത്ത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ പ്രധാനമായി ശ്രദ്ധിക്കുക. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റീസും തന്നെ ഞങ്ങൾ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോർജിയയിൽ തന്നെ ഞങ്ങൾക്ക് 4-5 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ ഉസ്ബെക്കിസ്ഥാനിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജസായ ടാഷ്കൻ മെഡിക്കൽ അക്കാഡമി, അതുപോലെ ടാഷ്കൻ പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബുഖാര, ആൻഡിജൻ എന്നീ യൂണിവേഴ്സിറ്റീസിലും ഞങ്ങൾ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഞങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഞങ്ങളുടെയായിട്ടുള്ള കെയർ ടേക്കേഴ്സും കുട്ടികളെ നോക്കാനായിട്ട് അതായത് രാജ്യങ്ങളിൽ ഞങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും വരാറില്ല. അഡ്മിഷനും മറ്റ് വിവരങ്ങൾക്കുമായി ഞങ്ങളുടെ കൗൺസിലറുമായി ബന്ധപ്പെടുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെതായിട്ടുള്ള അപ്ഡേറ്റ്സും ഇൻഫർമേഷനും ഞങ്ങളുടെ കൗൺസിലർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്, വിഷിംഗ് യു ഓൾ സക്സസ്.